ശ്രീ പി നന്ദകുമാർ. സർ, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ നിന്നും അതിനെ അനുകൂലിക്കുന്ന കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ തൊഴിൽ നയം സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും തൊഴിൽ മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, കേരളത്തിലെ ലേബർ കാർഡുള്ള ചുമട്ടുതൊഴിലാളികൾക്ക് കോടതി ഉത്തരവിലൂടെയും മറ്റും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പ്രസ്തുത തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് ചുമട്ടുതൊഴിലാളികളുടെ മേഖലയെന്ന് പറയുന്നത്. ആ മേഖലയിൽ ഇന്നിപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിയമാനുസരണം ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലേബർ കാർഡുകൾ ഉള്ളവർക്ക് പോലും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജോലി നിഷേധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഇതിൽ തൊഴിൽ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ക്ഷേമം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിൽ ക്രമീകരണം, അതുപോലെ തന്നെ തൊഴിൽ അന്തരീക്ഷം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് 1978 ചുമട്ടുതൊഴിലാളി നിയമം, അതിന് കീഴിൽ ചട്ടങ്ങൾ, പദ്ധതികൾ എന്നിവ രൂപീകരിച്ചത്. സർ, 1981 ചുമട്ടുതൊഴിലാളി ചട്ടങ്ങളിലെ ചട്ടം 26A പ്രകാരം ചുമട്ടുതൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ രജിസ്ട്രേഷനും തിരിച്ചറിയൽ കാർഡും നൽകുകയാണ്. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ പൂളുകൾ രൂപീകരിച്ച് 1983 അൺഅറ്റാച്ച്ഡ് വിഭാഗം പദ്ധതിയുടെ കീഴിൽ ബോർഡ് പ്രസ്തുത തൊഴിലാളികൾക്ക് 6A കാർഡുകൾ നൽകി വരുന്നു. ഈ 3 പദ്ധതികളുമായി നിലവിൽ 45,042 തൊഴിലാളികൾ ജോലി ചെയ്തു വരികയാണ്. സർ, 46 ഇനം ആനുകൂല്യങ്ങൾക്കായി പ്രതിമാസം ശരാശരി 15 കോടി രൂപയും അൺഅറ്റാച്ച്ഡ് വിഭാഗം തൊഴിലാളികളുടെ വേതന ഇനത്തിൽ പ്രതിമാസം ശരാശരി 60 കോടി രൂപയും ബോർഡ് വിതരണം ചെയ്യുകയാണ്. പുതിയ ചുമട്ടുതൊഴിലാളി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് നവശക്തി. തൊഴിലാളികൾക്കും നൈപുണ്യ പരിശീലനം നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സർ, ആയതിനായി ബോർഡിൻ്റെ തനത് ഫണ്ടിൽ നിന്നും ഈ സാമ്പത്തിക വർഷം 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 2000 തൊഴിലാളികൾക്ക് ലോജിസ്റ്റിക്സ് സെക്ടർ സ്കിൽ കൗൺസിലുമായി സഹകരിച്ച് പരിശീലനം നൽകുന്നതിനുള്ള പ്രപ്പോസൽ ബോർഡ് സർക്കാർ മുൻപ് സമർപ്പിച്ചിട്ടുണ്ട്. സർ, കോടതി വിധികൾ, അതുപോലെ ILO കൺവെൻഷൻ എന്നിവയുടെ വെളിച്ചത്തിൽ ചുമട്ടുതൊഴിലാളികളുടെ നിയമം, ചട്ടങ്ങൾ, പദ്ധതി എന്നിവയിൽ വേണ്ട ഭേദഗതികൾ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും മറികടക്കുവാൻ സാധ്യമല്ല. തൊഴിലാളികളുടെ കൂലി, ജോലി എന്നിവ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ലക്ഷക്കണക്കിന് വരുന്ന ഗിഗ് തൊഴിലാളികളുടെ സംരക്ഷണത്തിന് എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ. സർ, കേരളത്തിൽ ഗിഗ് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു തൊഴിൽ മേഖലയാണ്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആ രംഗത്ത് വർക്ക് ചെയ്യുന്നത് ഏതാണ്ട് 40 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരികളുമാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് യാതൊരു സൗകര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റോ മറ്റേതെങ്കിലും ഏജൻസികളോ തരപ്പെടുത്തി കൊടുക്കുന്നില്ല. സർ, അവർ ഒരു കോൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബൈക്കുമായി ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആ കോൾ വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഹോട്ടലിൽ പോയി സാധനം എടുത്ത് ആവശ്യപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുക എന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ സംസ്കാരമുണ്ട്. ഏത് വിഭാഗം തൊഴിലാളികളായിരുന്നാലും അവരുടെ ബുദ്ധിമുട്ടുകൾ, അതല്ല ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നാലും അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്ന ഒരു നയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. സർ, അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ അതിഥി തൊഴിലാളികളാക്കി മാറ്റി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. സാർ, മറ്റ് സംസ്ഥാനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന തൊഴിലാളികൾക്കൊന്നും ഒരു സംരക്ഷണവും ഒന്നുമില്ല. അതേസമയത്ത് അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വരുന്ന തൊഴിലാളികൾക്ക് കേരളത്തിൽ ഉള്ള ഒരു തൊഴിലാളിക്ക് എന്തെല്ലാം സംവിധാനം ചെയ്തു കൊടുക്കുമോ ആ സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയമെന്ന് പറഞ്ഞാൽ. സർ, അത് വെച്ച് നോക്കുമ്പോൾ ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണ്, അന്തർദേശീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഇഷ്യൂ ആണ്.
നമുക്ക് കേരളത്തിൽ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. എല്ലാം വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ ലേബർ വകുപ്പിന് നിവേദനം നൽകിയിട്ടുണ്ട്. എന്തായാലും വരുന്ന ആളുകളിൽ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു.